Hi everyone, welcome back to Chinnu's Taste Buds. ഇന്ന് ഞാൻ പാലൂദയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുള്ളതാണ്. 10 ഗ്രാം ചൈന ഗ്രാസിന് 1 ലിറ്റർ പാല്, പിന്നെ ഒരു അര കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഇനി നമുക്ക് ആദ്യം ഈ ചൈന ഗ്രാസ് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ വരെ കുതിർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമേ ചൈന ഗ്രാസ് 2 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. എന്നാലേ ഇത് നന്നായിട്ട് നമ്മൾ പാലൂദ ഉണ്ടാക്കുമ്പോൾ ഈ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി കിട്ടുള്ളൂ. നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതിനെ ചൈന ഗ്രാസ് പുഡിംഗ് എന്നും മിൽക്ക് പുഡിംഗ് എന്നും പറയും. ഞാൻ പാലൂദ എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളിവിടെ പാലൂദ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഒരു അരമണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം. ആ നേരത്തിന് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യം അതിലേക്ക് അര കപ്പ് പഞ്ചസാര, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കൂടുതലോ കുറച്ചോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂർ ഞാനിത് നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അരമണിക്കൂറിന് ശേഷം ഈ ചൈന ഗ്രാസ് നമുക്കൊന്ന് ഒരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റാം. ഇതിൻ്റെ വെള്ളമൊന്നും ചേരാതെ അരിച്ചു മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കാം. മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കാം. ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ചൈന ഗ്രാസ് മൊത്തം ഈ പാലിൽ അലിഞ്ഞ് ചേരണം. അതുവരെ ലോ ഫ്ലെയിമിൽ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്ക് നല്ല പാലൂദ തയ്യാറായി കിട്ടുള്ളൂ. ഇത് കുറച്ച് സമയം പിടിക്കും ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി. അതുകൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. പാലാണെങ്കിലും 1 ലിറ്റർ പാല് നമ്മൾ ഒഴിച്ചത് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുമുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു ബൗളിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബൗളിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ പാലൂദ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ.
ചൂടോടുകൂടി തന്നെ ഈ ബൗളിലേക്ക് നമുക്ക് ഫാലൂദ ഒഴിച്ചു കൊടുക്കാം. ചൂടാറിപ്പോയാൽ ഫാലൂദ സെറ്റായി പോവും. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് അരിച്ചിട്ട് വേണം ഫാലൂദ ഇതിലേക്ക് ഒഴിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ മെൽറ്റാവാത്ത ചൈന ഗ്രാസിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് അരിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസിൻ്റെ തരികളൊന്നും തന്നെ ഇതിൽ ബാക്കിയില്ല. ഇനി ബാക്കിയുള്ള ഫാലൂദയും കൂടെ നമുക്കിതിലേക്ക് അതുപോലെ തന്നെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ താഴെ തന്നെ വെക്കണം. ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഞാൻ രാത്രിയാണ് ഇന്നലെ ചൈന ഗ്രാസ് തയ്യാറാക്കിയിരുന്നത്, ഫാലൂദ തയ്യാറാക്കിയത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുക്കുന്നത്. ഇത്രയും നേരം വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ വീഡിയോ പിടിക്കാൻ ഇരുട്ടായത് കാരണം പിറ്റേ ദിവസത്തേക്ക് എടുത്തതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനു മുമ്പ് ഇപ്പോൾ നന്നായിട്ട് ഇത് സെറ്റായിട്ടുണ്ട്. അതിനു മുമ്പ് ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി എന്തെങ്കിലും കൊണ്ട് സൈഡൊന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫാലൂദ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മുറിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.